ബേബി ദിവസം ഈസി ആയിട്ടുള്ള ഒരു മുട്ട ബജി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. ഞാൻ 10 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഫോർക്ക് വെച്ചിട്ടുണ്ട് ഞാനത്. അതെന്തിനാന്ന് വെച്ചാൽ ഈ മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ ഈ ഫോർക്ക് കൊണ്ട് ആദ്യം ഇങ്ങനെ കുത്തണം. കുത്തി ഓളാക്കിയില്ലെങ്കിൽ ബജി ഉണ്ടാക്കുമ്പോൾ മുട്ട പൊട്ടി തെറിക്കും. അത് പൊട്ടി തെറിക്കാതിരിക്കാനാണ്. ഞാൻ 4 ആക്കിയിട്ട് മുറിക്കുകയും ചെയ്യും. മൈദ 1 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ 4 മുളകാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ സവാള 3 എണ്ണം കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എത്ര പൊടിയാക്കാൻ പറ്റുന്ന അത്ര പൊടിയാക്കി അരിഞ്ഞ് വെക്കണം. പിന്നെ മല്ലിയില 1 കപ്പോളം ഉണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉപ്പ് പാകത്തിന്, പെരുംജീരകം 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ലേശം, ഒരു നുള്ളല്ല 4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 4 കഷ്ടിയുള്ള ബേക്കിംഗ് സോഡ. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഞാൻ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യമായിട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി എങ്ങനെ ഇടുന്നുള്ള 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടാൽ മതി. ഇനി ഇത് സ്പെഷ്യലായിട്ട് ഇടുന്നത് 1 ടീസ്പൂണ് പെരിഞ്ജീരകമാണ്, വലിയ ജീരകം. അത് ഇതിലിടുന്നുണ്ട്. പിന്നെ ഇഞ്ചി 1 ടേബിൾ സ്പൂണ് അരിഞ്ഞതുണ്ട്, അതിടുന്നുണ്ട്. ഇതേപോലത്തെ 4 മുളക് എടുത്ത് ഞാൻ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. 4 തണ്ട് കറിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ 3 സവാള, അത് ഞാൻ മാക്സിമം ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മല്ലിയില 1 കപ്പോളം ഉണ്ട് അരിഞ്ഞ് വെച്ചത്. നല്ലോണം മല്ലിയില ഇടണം. ഇനി ഇതിൽ ചേർക്കാനുള്ളത് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ എടുത്ത് വെച്ച 1/4 ടീസ്പൂണ് കഷ്ടി ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ മൈദമാവിൽ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തു. ഇനി നമുക്ക് വേണ്ട വെള്ളം ഒഴിച്ച് കുറച്ച് കട്ടിയിൽ മാവ് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു 10 മുട്ട എടുത്തിട്ടുണ്ട്. അത് പറ്റാവുന്നിടത്തോളം എല്ലാ ഭാഗവും വെള്ള ഭാഗം, അത് ഉണ്ണി വരുന്ന ഭാഗം നമ്മൾ വളരെ ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് പൊട്ടും. അതുകൊണ്ട് നമ്മൾ പറ്റാവുന്നിടത്തോളം അത് കുത്തി, അല്ലെങ്കിൽ എന്താ വെച്ചാൽ വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ അതിങ്ങനെ പൊഴുകി വൈറ്റ് ഭാഗം കുത്തിയിരുന്ന് പൊട്ടിത്തെറിക്കാൻ, എണ്ണയൊക്കെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കുത്തണത്. ഉണ്ണി ഭാഗമൊക്കെ വരെ വെച്ചിട്ട് നമ്മളവിടെ കുത്തുണ്ടാവില്ല. അത് ഇങ്ങനെ നമ്മൾ മുറിക്കും ഈ മുട്ടാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകും. നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ മുട്ടകൾ 4 ആക്കി മുറിക്കാം. അത് ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് 4 പീസാക്കിയിട്ട് മുറിക്കാം. മുട്ടകളൊക്കെ 4 ആക്കി മുറിച്ചിട്ടുണ്ട്. ഓരോ പീസും നമ്മള് ഇടാണ്, കോട്ട് ചെയ്തെടുക്കാണ്.
നമുക്കിത് മറിച്ചിടാറായി. നമ്മുടെ ബജ്ജി എടുക്കാറായി. നമുക്ക് ഓരോന്നും എടുക്കാം. നമ്മൾ എത്ര കുത്തണോ അത്രയാണ് ഇത് നല്ലത്. അല്ലെങ്കിൽ ഇതിനൊരു പൊട്ടി തെറിക്കുന്ന സ്വഭാവമുണ്ട്. ഞാൻ നന്നായി കുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായി ഒന്ന് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്, എന്നാലും കൂടുതലായിട്ടൊന്നും തെറിച്ചിട്ടില്ല. വെള്ള നിറം ചെറുതായി കാണുന്നതിനിപ്പോൾ ഒന്ന് മറിച്ചിടാം. എന്നിട്ട് നമുക്ക് നല്ല ബ്രെഡായാലും എടുക്കാം. 10 മുട്ട കൊണ്ട് 40 ബജ്ജി ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.